ഹലോ കുട്ടികളെ, എല്ലാവരുടെയും ഓണ പരീക്ഷയെല്ലാം കഴിഞ്ഞുവല്ലോ. നമുക്ക് സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്താലോ? നമുക്കറിയാം 6 ആക്ടിവിറ്റികളാണ് നമുക്ക് എഴുതേണ്ടത്. 8 ആക്ടിവിറ്റികൾ ചോദ്യമായിട്ട് തന്നിട്ടുണ്ട്. അതിൽ 2 നമുക്ക് ഉപേക്ഷിക്കാവുന്നതാണ്. ഞാനിതിൽ എല്ലാത്തിനും ആൻസർ ആയിട്ട് വിവരിക്കുന്നില്ല. 5 മിനിറ്റ് കൊണ്ട് ഈ പ്രസന്റേഷൻ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. ചോദ്യപേപ്പർ ആക്ടിവിറ്റികളുടെ ചോദ്യം അതിൽ തന്നിട്ടുണ്ട്. അതിന്റെ ആൻസറും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുട്ടികളെല്ലാവരും ഇത് നോക്കി വായിച്ച് മനസ്സിലാക്കുക. ആക്ടിവിറ്റി 2 നമുക്ക് 4 ഉത്തരവും അതിൽ തന്നെ തന്നിട്ടുണ്ട്. അതെടുത്ത് എഴുതാനായിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ഇക്വാളിറ്റി, ജെൻഡർ ജസ്റ്റിസ്, സോവറിനിറ്റി, ഫ്രറ്റേണിറ്റി എന്ന ഓർഡറിലാണ് അത്. ബി വളരെ എളുപ്പമുള്ളതായിരുന്നു. റിപ്പബ്ലിക് ഡേ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ആക്ടിവിറ്റി 3 വായിച്ച് ഒന്ന് മനസ്സിലാക്കണം. അതിൽ റോമൻ ലെറ്റർ 4 എന്നതാണ് ആൻസർ. എ ആൻഡ് ഡി എന്നുള്ളതാണ് ആൻസർ. അനുഭവ മണ്ഡപത്തെ കുറിച്ച് എഴുതുവാനായിട്ടാണ് അടുത്ത ചോദ്യം. അതിൽ വേണ്ട കാര്യങ്ങളാണ്, നമുക്ക് പുസ്തകത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ചോദ്യമായിരുന്നു. അതിന് വേണ്ട കാര്യങ്ങളാണ് ഈ സ്ക്രീനിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് കുട്ടികളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ആക്ടിവിറ്റി 4 നഞ്ചിയമ്മയുമായിട്ട് ഒരു ഇന്റർവ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഏതാനും ചില ചോദ്യങ്ങളാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആക്ടിവിറ്റി 5 അതിന്റെ ആൻസർ വരുന്നത് ബാബറാണ്. ഓക്കെ, അടുത്ത ബി 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ അതിൽ ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഇബാദത്ത് ഖാന, ദിൻ ഇലാഹി, റോയൽ കോർട്ട് എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വേണം അതിന്റെ ആൻസർ നൽകുവാനായിട്ട്. ആ ആൻസറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആക്ടിവിറ്റി 6 നമുക്ക് ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857 എന്നുള്ളതാണ്. അപ്പൊ അതില് 2 സെന്റൻസുകൾ തെറ്റാണ്, 3 ശരി, 3 നമുക്ക് എടുത്ത് എഴുതേണ്ടത്. 1, 3, 5 എന്നീ ഓർഡറിലാണ് ശരിയായ സെന്റൻസ് വരുന്നത്. ബിക്ക് 1 മാർക്കാണ്. അതിൽ 1 മാർക്കിനുള്ള ഉത്തരം എഴുതിയാൽ മതി. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉള്ള ആക്ട് ആണ്, അതാണ് അതിന്റെ ആൻസർ. A code of laws for independent India was one of the main proposals of the cabinet mission that visited India in 1946 to discuss the transfer of power. ഇതാണ് സിയുടെ ആൻസർ. ആക്ടിവിറ്റി 7 അതിൽ നമുക്കറിയാം മുഗൾ റൂളിനും വിജയനഗര റൂളിനും തമ്മിൽ ബന്ധപ്പെടുത്തിയുള്ള ചോദ്യമാണ്. അപ്പോൾ അതില് മുഗൾ റൂളില് there was no separate courts എന്നാണെങ്കിൽ വിജയനഗര റൂളിൽ there were courts at various levels for the administration of justice എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. മുഗൾ റൂളില് ലോക്കൽ റിലീജിയസ് കോളേജ് കോസി എന്ന് പറയുന്ന റിലീജിയസ് കോളേജ് ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ബിയുടെ ചോദ്യം കമ്പയർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ബിറ്റ്വീൻ ദ മുഗൾ റൂൾ ആൻഡ് വിജയനഗര റൂൾ, പ്രിപ്പയർ എ നോട്ട് ഓൺ ഇറ്റ്. അതിന്റെ ഒരു നോട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കുട്ടികൾ ഇതൊന്ന് പോസ് ചെയ്ത് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ആക്ടിവിറ്റി 8 വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു. അതിന്റെ ആദ്യത്തെ ആൻസർ ബാസവണ്ണ എന്നുള്ളതാണ് വരുന്നത്. രണ്ടാമത്തെ കബീർ എന്നതുള്ളതാണ്. ആക്ടിവിറ്റി 8 തന്നെ ബി ചോദ്യം വളരെ എളുപ്പമുള്ളതായിരുന്നു. 3 മാർക്കിന്റേതാണ്. നമുക്ക് അഡീഷണൽ ഒരു ഷീറ്റ് തന്നിട്ട് അതില് സ്റ്റേറ്റ് അടയാളപ്പെടുത്തുവാനായിട്ട് ആയിരുന്നു. അപ്പൊ അതിൽ പൂന്താനം വരുന്നത് നമുക്കറിയാം കേരളയാണ് സ്റ്റേറ്റ് അടയാളപ്പെടുത്തേണ്ടത്. രണ്ടാമത്തത് രാജസ്ഥാനാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. മൂന്നാമത് കാരക്കൽ അമ്മയാറ് തമിഴ്നാടാണ്. അപ്പൊ ഇവരുടെ 3 പേരുടെയും സ്റ്റേറ്റുകൾ ആണ് അടയാളപ്പെടുത്തേണ്ടത്. നിങ്ങൾ ഇതെല്ലാം ചെയ്തു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു പരീക്ഷ വിജയിച്ച ഒരു പരീക്ഷ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആരുടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് നിങ്ങളതൊന്ന് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും നല്ല ഒരു
റിവിഷൻ ആശംസിക്കുന്നു.